അവര് ഡയറക്റ്റ് ആളെ വിളിച്ചു. നായകൻ തന്നെയായിരുന്നു പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോ ഡയറക്റ്റ് വിളിച്ചു. അപ്പൊ അവര് നേരത്തെ പരിചയമുള്ളവരാണല്ലോ. അപ്പൊ എനിക്ക് അതിലൊരു വേഷം വേണമെന്ന് പറഞ്ഞപ്പോ അതില് വേറെ ആരെയും തട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ട് എന്നെയാണ് തട്ടിയത്. ചേച്ചി മിമിക്രിയിലും സ്റ്റേജ് ഷോയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെ പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ചില റോളുകളിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ, മാറ്റി നിർത്തപ്പെടുക? മൂവീസിലൊക്കെ ഒരുപാട് നല്ല മൂവീസില് നല്ല ക്യാരക്ടേഴ്സിനെ എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് ആരും വിളിച്ച് പറയുക ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, അത് അവിടുത്തെ നമ്മുടെ മേക്കപ്പ് ചെയ്യണ ചേച്ചി പ്രൊഡ്യൂസറോട് നിർബന്ധിച്ചതിന്റെ പേരിലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. സോറി അഞ്ജന, അത് വേറൊരു ആർട്ടിസ്റ്റിനെ വച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ് എനിക്കങ്ങ് ഷോക്കായി പോയതല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ, അത് എന്താ അങ്ങനെ പെട്ടെന്ന്? എന്നോട് 1 മാസം മുന്നേ പറഞ്ഞതല്ലേ. 5 ദിവസത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത്. അന്ന് എനിക്ക് 2 പ്രോഗ്രാമും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ശരി, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞൊരു കൈരളി ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് വെച്ചാല് നമ്മള് അത് 100% സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സോറി പറയേണ്ടി വന്നു. ഞാൻ സോറി പറഞ്ഞു.